Good afternoon. Join ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? ക്ലിയർ ആണോ? അക്ഷര, ഉഷ്ര, രചിത ഓക്കെ ആണോ സ്ക്രീൻ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞു നോക്കിയത്? മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് അല്ലെ? പല മെത്തേഡുകൾ. അതിൽ ഏതൊക്കെ നമ്മൾ പറഞ്ഞു? ഡ്രഗ് ടെസ്റ്റിംഗ് പറഞ്ഞു. രണ്ടാമത്തെയാണ് സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ്. അത് രണ്ടല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്? ഡ്രഗ് ടെസ്റ്റിംഗ്, സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ്. ഓക്കെ, അവിടെ വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തത്? യെസ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് ഉറപ്പിക്കുന്നതാണ് കേട്ടോ. ഓക്കെ ആണോ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മൂന്നാമത്തെ HIV ആൻഡ് AIDS ടെസ്റ്റിംഗ്. HIV ആൻഡ് AIDS ടെസ്റ്റിംഗ്. Your care is being taken by employers for recruiting candidates having AIDS. ഈ കാൻഡിഡേറ്റ്സില് നമ്മൾ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ജോലിയിലേക്ക് എടുക്കുന്ന കാൻഡിഡേറ്റ്സിന് HIV ഉണ്ടോ എന്നുള്ളത് എന്താ പറയാ, എംപ്ലോയർ അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. യുവർ കെയർ ഈസ് ബീങ് ടേക്കൺ. കണ്ടോ, കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. എന്താ? ഫോർ റിക്രൂട്ടിംഗ് കാൻഡിഡേറ്റ്സ് ഹാവിംഗ് HIV ഉള്ള കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഈ എംപ്ലോയർ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ കനേഡിയൻ കറന്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ CHRC, അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. CHRC policy states that the commission would not consider HIV or AIDS free as a bona fide occupational necessity requirements. BFOR എന്നാണ് അതിലെ റിക്വയർമെന്റ്സ് എന്നും കൂടി അവിടെ ഒന്ന് ചേർത്തോ. Bona fide occupational necessity requirements. Occupational requirements, necessity requirements, BFOR, or bona fide justification, BFJ, unless it can be proved that being free from AIDS or HIV is essential for effective, productive and consistent performance of the job or to receive programs or service. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നതാണ്. അതായത് നമ്മൾ ആ ജോലിയുടെ ഫലപ്രദമായിട്ടുള്ള ഒരു എന്താ പറയുക ഉൽപാദനവും എഫക്റ്റീവ് പ്രൊഡക്റ്റീവ് ആ ഒരു ജോലിയുടെ ആ ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ഉൽപാദനവും സ്ഥിരതയുള്ളതുമായിട്ടുള്ള പെർഫോമൻസുകളോ അല്ലെങ്കിൽ സേവനങ്ങളോ നല്ലൊരു സേവനങ്ങളോ ലഭിക്കുന്നതിന് എയ്ഡ്സ് അല്ലെങ്കിൽ HIV നിന്ന് ആ എംപ്ലോയി മുക്തമാകണം എന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. അതായത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ HIV അല്ലെങ്കിൽ എയ്ഡ്സ് ഉള്ള കാൻഡിഡേറ്റ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നെങ്കിൽ അവിടെ പ്രശ്നമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കമ്പനിയുടെ നല്ലൊരു പെർഫോമൻസിന് ആ മാക്സിമം ആ ഒരു സേവനങ്ങൾ ഇതൊക്കെ ലഭിക്കുന്നതിന് ഒക്കെ നമ്മൾ ആ ഒരു എംപ്ലോയി HIV അല്ലെങ്കിൽ എയ്ഡ്സ് ഫ്രീ ആവണം എന്നുള്ളതിന് ഒരു നിർബന്ധവുമില്ല. അതിന് അങ്ങനെ തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ HIV അല്ലെങ്കിൽ എയ്ഡ്സ് രഹിതമായിരിക്കണം, അതിൽ നിന്ന് ഫ്രീ ആയിരിക്കണം എന്നത് ഒരു യഥാർത്ഥമായ ന്യായീകരണമായിട്ട് ഈ ഒരു കമ്മീഷൻ പരിഗണിക്കുന്നില്ല എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. താഴെ കൊടുത്തിട്ടുണ്ട്, the Canadian Medical Association does not support HIV or AIDS testing. Canadian Medical Association HIV അല്ലെങ്കിൽ AIDS ടെസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് അത് ചെയ്യണം എന്നുള്ളത് നിർബന്ധം അവിടെ പറയുന്നില്ല. എന്തുകൊണ്ടാ? According to them, these testing should only be performed in the situation where such medical condition may impact the job performance of the candidates. അവരെന്താ പറയുന്നേ? അതായത് ഈ ഒരു ടെസ്റ്റില്
അത് എപ്പോ മാത്രം ഏതൊരു സിറ്റുവേഷനിൽ മാത്രം ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. ആ കാൻഡിഡേറ്റ്സിന്റെ ജോബ് പെർഫോമൻസിനെ സ്വാധീനിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഇതിലും ആണെങ്കിൽ മാത്രം ആ സിറ്റുവേഷനിൽ മാത്രം ഈ ടെസ്റ്റ് നിർവഹിച്ചാൽ മതി എന്നാണ് പറയുന്നത് കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ. ഇപ്പൊ എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാ എംപ്ലോയീസിനും ഈ ടെസ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പൊ അത് അവർക്കുടെ ആ ജോബ് പെർഫോമൻസിനെ എന്തെങ്കിലും സ്വാധീനിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ ആ ജോലിയെ സ്വാധീനിക്കുകയാണെങ്കിൽ മാത്രം, ഇപ്പൊ അവന് മറ്റുള്ളവരെ പോലെ വർക്ക് ചെയ്യുന്ന പോലെ ചിലപ്പോ വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആ വർക്കിനെ അവിടെ ബാധിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതിനകത്ത് നിങ്ങളെ ടെസ്റ്റ് ആ എക്സ്പാൻഡഡ് ഫോംസ് ഇല്ലേ, അത് മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ. എക്സ്പാൻഡഡ് ഫോംസ് ഒക്കെ CHRC, BFOR, BFJ അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോക്കാം കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ, രണ്ടാമത്തെയാണ് ജെനറ്റിക് ടെസ്റ്റിംഗ്. ജെനറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പാരമ്പര്യമായി DNA ടെസ്റ്റിംഗ് അല്ലെ, നമ്മുടെ പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന ചിലപ്പോ രോഗങ്ങളൊക്കെ ഉണ്ടാക്കാം. നമുക്ക് അച്ഛനീന്ന് അച്ചാച്ചനീന്ന് അപ്പൂപ്പന്മാരിന്ന് ഒക്കെ കിട്ടുന്ന അങ്ങനെ നമുക്ക് ഒരു ജെനറ്റിക് ആയിട്ടുള്ള പാരമ്പര്യ രോഗങ്ങള്, ജനിതകപരമായിട്ടുള്ള രോഗങ്ങൾ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള രോഗങ്ങൾ ഉണ്ടാവാം. അത് നോക്കിയേ, according to the Health Laws Institute at the University of Alberta, almost 24% of genetic specialists believe that employers should have access to an employee's confidential medical record in order to determine whether the employee is likely to develop a genetic diseases that could be costly to an employer. അപ്പോ ഈ ഹെൽത്ത് ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട അതനുസരിച്ച് ഹെൽത്ത് ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട അക്കോർഡിംഗ് ടു അതിനനുസരിച്ച് എന്താ പറഞ്ഞേക്കുന്നത്, 24% ജെനറ്റിക് സ്പെഷ്യലിസ്റ്റ് എന്താ വിശ്വസിക്കുന്നത്, എംപ്ലോയർ ഈ എന്ത് ചെയ്യണം, അസസ് ചെയ്യണം, എംപ്ലോയീസിന്റെ കോൺഫിഡൻഷ്യൽ മെഡിക്കൽ റെക്കോർഡ് വിലയിരുത്തണം. കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, രഹസ്യാത്മകമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്, എംപ്ലോയീസിന്റെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകൾ എന്ത് ചെയ്യണം, അസസ് ചെയ്യണം, സ്വീകരിക്കണം. In order to determine എന്തിന് നിർണ്ണയിക്കാൻ, whether the employee is likely to develop a genetic disease, അവർക്ക് ആ ജെനറ്റിക് ഡിസീസ് ഉണ്ടോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ, നിർണ്ണയിക്കാനായിട്ട് ആ എംപ്ലോയിയുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് അസസ് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. എന്താ, that could be costly to an employer, എംപ്ലോയറിന് അല്ലെങ്കിൽ എന്താ പറയാ കോസ്റ്റ്ലി ആവുന്നു. അതെന്താ അങ്ങനെ പറയണേ? ഇപ്പൊ നമ്മളെ ടെസ്റ്റ് ചെയ്യാതെ നമ്മളൊരു പ്രത്യേക ജോലിയിലേക്ക് കാൻഡിഡേറ്റ്സിന് കിട്ടും. ഇപ്പൊ ഞാൻ പറയാം ആസ്മ, അതൊക്കെ നമുക്ക് പാരമ്പര്യമായിട്ടൊക്കെ വരുന്ന രോഗങ്ങളാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആസ്മ ഉള്ള ഒരു പേഷ്യന്റ് അല്ല ഒരു എംപ്ലോയി, ആസ്മയുള്ള ഒരു എംപ്ലോയിനെ നമ്മള് ഈ ഒരു അങ്ങനെ പൊടിയൊക്കെ കൂടുതലുള്ള അങ്ങനെയൊക്കെ ഉള്ള ഒരു ജോലിയിലേക്ക് നമ്മള് ഇട്ട് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മൾ ഈ ജെനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാതെ അയാൾക്ക് ആ ഒരു ഇതിനകത്ത് ജോലി കൊടുത്തെങ്കിലോ എന്ത് പറ്റും? അയാൾ പറയാൻ പാടില്ലേ, എനിക്ക് ഇവിടെ കയറിയതിനു ശേഷമാണ് ഈ അസുഖം വന്നതെന്നൊക്കെ പറയുമ്പോ അതിന്റെ കോമ്പൻസേഷൻ ആര് കൊടുക്കേണ്ടി വരും? എംപ്ലോയർ കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എന്താ, ജെനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ജെനറ്റിക് ടെസ്റ്റിംഗ് നടത്തിയിട്ട് അത് അങ്ങനെ എന്തെങ്കിലും രോഗങ്ങളുള്ളവരെ ആ ഒരു പോസ്റ്റിൽ നിന്ന് ഒഴിവാക്കി അവർക്ക് ഫേവർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ജോബ് പോസ്റ്റ് അവിടെ കൊടുക്കാൻ പറ്റും ഇല്ലേ. നോക്കിയേ, അടുത്ത സെന്റൻസ് ഒന്ന് നോക്കിയേ. Genetic testing is a continuous issue that proposes screening or monitoring of a job applicant. എന്ത് ചെയ്യാം, അവരെ പരിശോധിക്കാണ്, സ്ക്രീനിങ് ചെയ്യാണ്, മോണിറ്ററിങ് നിരീക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ജോബ് ആപ്ലിക്കന്റ് ഫോർ ജെനറ്റിക് പ്രൊപ്പൻസിറ്റി. പ്രൊപ്പൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രവണത, to illness caused by various workplace chemicals or substance. അതായത് നമുക്ക് ജോലി സ്ഥലത്തുള്ള പല കെമിക്കൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റൻസോ വസ്തുക്കളോ ഒക്കെ മൂലം ഉണ്ടാകുന്ന ആ ജെനറ്റിക് ഡിസീസ് വരാനുള്ള ഒരു പ്രവണതയ്ക്കായി നമ്മൾ ആ ജോബ് കാൻഡിഡേറ്റ്സിനെ സ്ക്രീനിങ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ അവരെ മോണിറ്റർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ജെനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടണം.
കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്തിടുക. ഇതൊക്കെ ഒരു ബൾക്കായിട്ടുള്ള പാരഗ്രാഫാണ്. ഇത് ഫുള്ളൊന്നും ബൈഹാർട്ട് ചെയ്യണ്ട. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് അത് പഠിക്കാം കേട്ടോ. ഏത് ടെസ്റ്റ് ആണത്? ഇതാണ് ജനറ്റിക് പ്രോസ്പെരിറ്റി. ഒരു ജനറ്റിക് രോഗങ്ങൾ വരാനുള്ള പ്രവണത, അതുമൂലം രോഗങ്ങൾ വരാനുള്ള നമ്മള് സാധ്യതയുണ്ടോ, ആ ജോലി സ്ഥലത്തുള്ള കെമിക്കൽസോ സബ്സ്റ്റൻസോ മൂലം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്യുന്നതാണ് ജനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. ജനറ്റിക് മോണിറ്ററിംഗ് ഈസ് യൂസ്ഡ് ടു അലേർട്ട് ദ വർക്കേഴ്സ് ടു വർക്ക് പ്ലേസ് ടോക്സിൻ. അല്ലെ, എന്ത് ചെയ്യുന്നു? വർക്കേഴ്സിനെ അലേർട്ട് ആക്കുന്നു. ഇപ്പൊ നമ്മളത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വർക്കേഴ്സ് അതിൽ അലേർട്ട് ആയിരിക്കണ്ടേ, അല്ലെ? വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന ടോക്സിൻസ് അവരത് അലേർട്ട് ആയിട്ടിരിക്കാനായിട്ടും എന്ത് ചെയ്യുന്നു? ജനറ്റിക് ടെസ്റ്റ് അനുവദിക്കുന്നു. Genetic monitoring is used to alert the workers to workplace toxins. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാ. വർക്ക് പ്ലേസിലുള്ള ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന ടോക്സിൻസ് അതില് അലേർട്ട് ആയിട്ടിരിക്കാൻ, വർക്കേഴ്സിന് അലേർട്ട് ആയിട്ടിരിക്കാൻ, അത് മോണിറ്റർ ചെയ്യാനായിട്ട് ജനറ്റിക് മോണിറ്ററിംഗ് ഉപയോഗിക്കുന്നുണ്ട്. However, genetic screening is used to identify hereditary disease to workplace. അതുകൂടി അണ്ടർലൈൻ ചെയ്തിട്ടോ. എന്നിരുന്നാലും ജനറ്റിക് സ്ക്രീനിങ് എന്തിനു ഉപയോഗിക്കുന്നു? ഐഡന്റിഫൈ ഹെറിഡിറ്ററി. ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? പാരമ്പര്യമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ, അല്ലെ? ടു വർക്ക് പ്ലേസ് ഹസാർഡ്. ജോലി സ്ഥലത്തുള്ള വിഷവസ്തുക്കളോ എന്തെങ്കിലും കെമിക്കൽസോ അതുമൂലം നമുക്ക് പാരമ്പര്യമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാനും ജനറ്റിക് സ്ക്രീനിങ് ഉപയോഗിക്കുന്നു. ആ 3 കാര്യങ്ങളും അണ്ടർലൈൻ ചെയ്തിടാം. 3 സെന്റൻസും ആ പാരഗ്രാഫിനെ അണ്ടർലൈൻ ചെയ്യാം. It can also be used as a pre-employment test. ഇതെന്താ? ജോലി കൊടുക്കുന്നതിന് മുന്നുള്ള ടെസ്റ്റ് അല്ലേ? എന്നിട്ടല്ലേ അവർക്ക് ആ പോസ്റ്റിലേക്ക് കൊടുക്കുള്ളൂ. പ്രീ എംപ്ലോയ്മെന്റ് ടെസ്റ്റ് ആണ്. എന്തിന്? ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ആൻ എംപ്ലോയർ. അല്ലെ, എംപ്ലോയറിന് റിസ്ക് എന്താ കാര്യം? ജോലി കയറി കഴിഞ്ഞ് ഇങ്ങനെ അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോ പറയാൻ പാടില്ലേ, എനിക്കിവിടെ ജോലി കയറി, ഞാൻ അല്ലെങ്കിൽ ആ സ്ഥലത്ത് ജോലി ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഈ രോഗം ഉണ്ടായിരുന്നതാണ് എന്നുള്ളത് പറഞ്ഞ് എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ കൊടുത്താൽ കോമ്പൻസേഷൻ ആര് കൊടുക്കേണ്ട വരും? എംപ്ലോയർ കൊടുക്കണം. അപ്പൊ എംപ്ലോയറിന് ആ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പ്രീ എംപ്ലോയ്മെന്റ്, ആ ജോലി കൊടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നു? ഈ ടെസ്റ്റ് നടത്തുന്നു. ഓക്കെ. ഫോർ എക്സാമ്പിൾ, those workers who have inherited sensitivity will not be hired at the lead battery plant. അപ്പൊ ഈ വർക്കേഴ്സ് ഇങ്ങനെയുള്ള, അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള, അതായത് ആ ഒരു സബ്സ്റ്റൻസിനോട് എന്തെങ്കിലും ഇങ്ങനെ പൊടി പുകയൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് സെൻസിറ്റീവ്, അപ്പൊ അതിനോട് അങ്ങനെ ശ്വസിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങളൊക്കെ വരുന്ന അങ്ങനെയുള്ള ആളുകളെ ആ സ്ഥലത്തേക്ക് ഹയർ ചെയ്യാൻ പാടില്ല. ഹയർ ചെയ്യാന്ന് വെച്ചാൽ നിയമിക്കുക. അവരെ എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങോട്ടേക്ക് നിയമിക്കാൻ പാടില്ല. അവർക്കപ്പൊ ആ രോഗം ഉണ്ടെന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ളത് അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് പറ്റിയ സ്ഥലത്ത് വേണം അവരെ പോസ്റ്റ് ചെയ്യാനായിട്ട്. ആണ് അറ്റ് ദ ലീഡ് ബാറ്ററി പ്ലാന്റ്. ലീഡ് ബാറ്ററി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബാറ്ററികൾ നിർമ്മിക്കുന്ന ഒരു സൗകര്യമാണ് ബാറ്ററി പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അവർക്ക് അതുണ്ടാക്കുമ്പോൾ കെമിക്കൽസ് അല്ലെങ്കിൽ മറ്റുള്ള ഇതിന്റെ ഒക്കെ ശ്വസിച്ചിട്ട് അവർക്ക് ചിലപ്പോൾ വല്ല ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാം. പാരമ്പര്യമായിട്ട് ആസ്മയുള്ളതായിരുന്നു, പക്ഷെ ഇവിടെ വർക്ക് ചെയ്തപ്പോ നമുക്ക് കൂടുതൽ അങ്ങനെയുള്ള രോഗമൊക്കെ വരാം. അപ്പൊ എന്താ ചെയ്യാ? അങ്ങനെയുള്ളവരെ എന്താണ്, ആ ഒരു ഇതിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ളവരെ എന്ത് ചെയ്യുക? അങ്ങോട്ടേക്ക് ആ ജോലിക്ക് നിയമിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? തടസ്സപ്പെടുത്തണം. അല്ലെങ്കിൽ അത് എന്താ പറയാ, അങ്ങനെ അതിനെ മാറ്റി അവർക്ക് പറ്റിയ ഇതിലേക്ക് ജോലി ചെയ്യണം. ഓക്കെ, ജോലിക്ക് അവരെ നിയമിക്കണം. ആ സെന്റൻസുകൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തില്ലേ? ജനറ്റിക് ടെസ്റ്റിംഗ് ഈസ് എ കണ്ടിന്യൂസ് ഇഷ്യൂ എന്ന് മുതല് അവിടെ റിസ്ക് ഓഫ് ആൻ എംപ്ലോയർ കണ്ടില്ല, അവിടെ വരെ ഒന്ന് നോട്ട് ചെയ്തോട്ടോ. അത്രയൊന്ന് വായിച്ചു വെച്ചാൽ മതി. ക്ലിയർ ആണോ? ഫുള്ളായിട്ടൊന്നും പഠിക്കണ്ട. ഇപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചില്ലേ, അത് അത്രയൊന്നും നിങ്ങൾ വാങ്ങിച്ചു വെക്കുക കേട്ടോ. അപ്പൊ മനസ്സിലായില്ല എന്തായാലും നമുക്ക് പാരമ്പര്യമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും ഇങ്ങനെ കെമിക്കൽസോ അല്ലെങ്കിൽ സബ്സ്റ്റൻസോ മൂലം നമുക്ക് ആ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പാരമ്പര്യമായിട്ടുള്ളവരാണ്, പിന്നെ പ്രത്യേകിച്ചും അങ്ങനെയുള്ള സ്ഥലത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ എന്താ പറയാ, അതിന്റെ ഉത്തരവാദിത്തം എംപ്ലോയർ ഏറ്റെടുക്കേണ്ടി വരും. ആ റിസ്ക്
അപ്പൊ അവരെന്ത് ചെയ്യും, അങ്ങനെ ടെസ്റ്റ് നടത്തിയിട്ട് അങ്ങനെ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അവരെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും അവരെ നിയമിക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ. എന്തൊക്കെയാണ് ഈ ഫിസിക്കൽ എക്സാമിനേഷന്റെ പ്രാധാന്യം, സിഗ്നിഫിക്കൻസ് എന്തായിരുന്നു? It eliminates candidates that are not physically able to perform basic functions of the job. ആ ജോലിയില് ഒരു ജോലിയുടെ ആ ബേസിക് അടിസ്ഥാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത, നോട്ട് ഫിസിക്കലി ഏബിൾ, ഫിസിക്കലി ശാരീരികമായി ആ ജോലി നിർവഹിക്കാൻ, ആ ജോലിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ പറഞ്ഞില്ലേ ചില ജോലികൾക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ മസ്റ്റ് ആണ്. ഇപ്പൊ പോലീസിന്റെ അവിടെ റിട്ടേൺ എക്സാം മാത്രം പാസ്സായാൽ മതിയോ? അവിടെ എന്തുകൂടി വേണം? ഫിസിക്കൽ എക്സാമിനേഷനും പാസ്സാവണം. ഒരു കള്ളം വന്നു കഴിഞ്ഞാൽ കള്ളന്റെ മുന്നിട്ട് ഓടി അവരെ പിടിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് ആ ഫിസിക്കലി ഓക്കെ ആവണം അവർക്ക്. അപ്പൊ അങ്ങനെ, അതായത് ആ ഫിസിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ജോബിന്റെ ബേസിക് ഫങ്ഷൻസ് നിർവഹിക്കാൻ ഫിസിക്കലി ഏബിൾ അല്ലാത്ത, ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ ഈ ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയോ ഒന്നാമത്തെ പോയിന്റ്? ഇനി നോക്കിയേ രണ്ടാമത്തെ എന്താ? എക്സിസ്റ്റിംഗ് ഡിസബിലിറ്റീസ് ആർ ഡിസ്കവേർഡ് ബൈ ഫിസിക്കലി എക്സാമിനിങ് ദ കാൻഡിഡേറ്റ്സ്. നിലവിലുള്ള ഡിസബിലിറ്റീസ്, അപ്പൊ നിലവില് അവനുള്ള ഡിസബിലിറ്റീസ് എന്താ? ആർ ഡിസ്കവേർഡ് ബൈ ഫിസിക്കലി എക്സാമിനിങ് ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിനെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നതുകൊണ്ട് പറയാൻ പറ്റും അവർക്ക് നിലവിലുള്ള വൈകല്യങ്ങള് അത് കണ്ടെത്താൻ പറ്റും. At the time of hiring, it helps the organization to gather information related to the employees' health. എംപ്ലോയിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ഈ ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യും. The main objective behind the physical examination is to save the companies from various legal and ethical matters related to workman's compensation. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ട ഒരു കമ്പനി അത് മര്യാദയ്ക്ക് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ളവർ വേണം ആ ജോലിക്ക് ഇടാനായിട്ട്. അല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടെ വർക്ക്മാൻസിന്റെ അവർക്ക് കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോ കമ്പനിയിലെ പലതരത്തിലുള്ള ലീഗൽ ആയിട്ടുള്ള എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള് അതിൽ നിന്നും എന്ത് ചെയ്യാനായിട്ട്, സേവ് ചെയ്യാനായിട്ട്, സംരക്ഷിക്കാനായിട്ട് ഈ ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യും. അതാണ് ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെച്ചത് മെയിൻ ഒബ്ജക്റ്റീവ് ലീഗൽ ആയിട്ടുള്ള ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ടു ഇതുമായിട്ട് ബന്ധപ്പെട്ട വർക്ക്മാൻസ് കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായിട്ടുള്ള എത്തിക്കൽ ആയിട്ടുള്ള ഇതിൽ നിന്നും കമ്പനീനെ സംരക്ഷിക്കാൻ പറ്റും. നമുക്ക് കേസ് കൊടുക്കാൻ പാടില്ലേ? എനിക്ക് ഇവിടെ ഇങ്ങനെയുള്ള അസുഖം ഉള്ളതായിരുന്നു, ഈ ഒരു പോസ്റ്റിലാണ് തന്നത്, ഇവിടെ ഞാൻ ജോലിക്ക് കയറിയ പിന്നെ എനിക്ക് അസുഖം കൂടുതലായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ലീഗലി അത് നീങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്പനി തന്നെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ കമ്പനീനെ സേവ് ചെയ്യാനും എന്ത് പറ്റും? ഈ ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയോ പോയിന്റ്? ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാട്ടോ എന്തൊക്കെയാന്നുള്ളത്. പിന്നെ അടുത്ത നോക്കിയേ, those infected with the deadly disease are excluded from recruitment. പിന്നെ എന്താണെന്ന് അറിയാമോ? നമുക്ക് മാരകമായിട്ടുള്ള രോഗങ്ങളിലെ ഭയങ്കരമായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഒഴിവാക്കാനും ഈ ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യും. Those infected with the deadly disease are excluded from recruitment. റിക്രൂട്ട്മെന്റിൽ നിന്ന് എന്താണ്? മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവരെ ഒഴിവാക്കാനായിട്ടും അങ്ങനെയുള്ളവരെ ഒഴിവാക്കാനായിട്ടും ഈ ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി അവർക്ക് ഭയങ്കര അതികഠിനമായിട്ടുള്ള രോഗമുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ് ചെയ്യുന്ന അവരെ മാറ്റി നിർത്താം, ഒഴിവാക്കാം. Okay. അടുത്ത നോക്കിയാൽ it protect job applicants from performing jobs at the dangerous and prejudicial to their health. അതായത് നാലാമത്തെ പോയിന്റ് എന്താ? ക്യാൻഡിഡേറ്റ്സിനെ അവരുടെ ആ ആരോഗ്യപരമായിട്ടുള്ള അപകടകരവും ദോഷകരവുമായിട്ടുള്ള കാര്യങ്ങള് അതിൽ നിന്നും സംരക്ഷിക്കാനും പറ്റുന്നു. അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും.
to protect job applicants. ജോബ് ആപ്ലിക്കൻസിനെ സംരക്ഷിക്കുന്നു. ഇങ്ങനെയാ എന്തിനാ ഡേഞ്ചറസ് ആയിട്ടുള്ള പിന്നെ ദോഷകരമായിട്ടുള്ള ജോലിയൊക്കെ അവരുടെ ആരോഗ്യത്തിന് അപകടകരമായിട്ടുള്ള ദോഷകരമായിട്ടുള്ള ജോലികൾ നിർവഹിക്കുന്നതിൽ നിന്ന് ജോബ് ആപ്ലിക്കൻസിനെ സംരക്ഷിക്കാൻ പറ്റും അല്ലെ. ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി അയാൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അയാളെ അവിടെ ജോലിക്കിടണ്ട, അവർക്ക് പറ്റിയ സ്ഥലത്ത് ജോലിയെ പോസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ആ ജോബ് ആപ്ലിക്കൻസിനെ പ്രൊട്ടക്ട് ചെയ്യും. അഞ്ചാമത്തെ പോയിന്റ് എന്താ? ഇറ്റ് അസിസ്റ്റ് ഇൻ പ്ലേസിംഗ് കാൻഡിഡേറ്റ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ഹെൽത്ത് ഇഷ്യൂസ്. കണ്ടോ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങള് അതിനനുസൃതമായിട്ട് കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാനും അതിനെ സഹായിക്കുന്നു അല്ലെ. നമ്മൾ നോക്കി നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ വേണ്ട, എനിക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ് എന്ന് വെച്ചാൽ അവിടേക്ക് തന്നെ നിയമിക്കാൻ പറ്റും. For example, a candidate with a chronic bronchitis will be placed in job which is less exposed to high levels of dust or irritating fumes. Example ആയിട്ട് അവിടെ പറഞ്ഞേക്കാം. ഇനി നല്ലൊരു ബ്രോങ്കൈറ്റിസ്, ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഉള്ള ശ്വാസസംബന്ധമായിട്ടുള്ള ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള അങ്ങനെ വരുന്ന ജോലിയില് അങ്ങനെയുള്ളവരെ എന്താണ് നമ്മള് പൊടികളോ അല്ലെങ്കിൽ ഇറിറ്റേറ്റിംഗ് ഫ്യൂംസ് പൊടിപടങ്ങളോ പൊടികളൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അങ്ങനെയുള്ള ഹൈ ലെവൽ ആയിട്ടുള്ള പ്ലസ് എക്സ്പ്ലോസ്ഡ് ആയിട്ടുള്ള ജോലി, അതായത് അങ്ങനെയുള്ളതിൽ നിന്ന് മാറ്റി അവർക്ക് എന്താ പറയാ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിലേക്ക് പ്ലേസ് ചെയ്യാനും പറ്റും. കാൻഡിഡേറ്റ്സിന് സഹായിക്കും. A candidate with chronic bronchitis will be placed in a job which is less exposed to high level of dust or irritating fumes. Clear ആയോ? സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് വായിച്ചറിയാമല്ലോ അല്ലെ. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്തൊരു കാര്യമാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. റെഫറൻസ് ചെക്ക് എന്താ? ഇത് റെഫറൻസ് ചെക്ക് എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റിൽ ഒരു രീതിയാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മള് പുതിയതായിട്ട് നമ്മൾ നിയമിക്കുന്ന കാൻഡിഡേറ്റ്സ് ഇല്ലേ, ഒരു ജീവനക്കാര്, അവരുടെ മുന്നേ എംപ്ലോയറുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങള് സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനാണ്. ഇപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ ഓൾറെഡി പറയും. അത് ശരിയാണോ എന്ന് റെഫറൻസ് വേണ്ടേ അല്ലെ? അതിനു വേണ്ടിയിട്ടാണ് റെഫറൻസ് ചെക്ക് നടക്കുന്നത്. അപ്പൊ കാൻഡിഡേറ്റ്സ് വെളിപ്പെടുത്തുന്ന വിവരങ്ങള്, അത് മുന്നേ എംപ്ലോയറുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ അത് ഓക്കെ ആണോ, ഇവൻ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ ഉള്ളത് സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനാണ് റെഫറൻസ് ചെക്ക് നടത്തുന്നത്. അപ്പൊ നമ്മള് പുതിയതായിട്ട് ജോലി കയറിയ ആള് പറയുന്ന വിവരങ്ങൾ ശരിയാണോ എന്നൊന്നുകൂടെ ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ റെഫറൻസ് ചെക്കിലൂടെ അല്ലെ. പിന്നെ അതുപോലെ തന്നെ അവൻ നേരത്തെ ജോലി ചെയ്തോടത്ത് എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് അറിയാൻ പറ്റുമല്ലോ അല്ലെ. ഞാൻ മുന്നേ ജോലി ചെയ്യുന്ന സ്ഥാപനം, അവരുമായിട്ടൊന്ന് റെഫറൻസ് ചെക്ക്, അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് കാൻഡിഡേറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ എങ്ങനെയായിരുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്നതാണോ, ഇതൊക്കെ അറിയാൻ പറ്റും അല്ലെ. പിന്നെ അതുപോലെ തന്നെ നല്ല ഇതൊക്കെ അനുസരിച്ച് കാൻഡിഡേറ്റ്സിന്റെ ഫ്യൂച്ചർ നല്ല പെർഫോമൻസ് ചെയ്യുന്ന ആളാണെന്നൊക്കെ അനുസരിച്ച് ആ ഭാവി നമുക്ക് എംപ്ലോയറിന് പ്രവചിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ആ റെഫറൻസ് ചെക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. ഇപ്പൊ നോക്കിയേ, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ. ടെക്സ്റ്റിലേക്ക് നോക്കിയേ. The process of collecting and verifying criminal records, commercial records, and financial record of an individual is known as reference check. Underline ചെയ്യാട്ടോ. എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു, ശേഖരിക്കുന്നു, അതിനെ വെരിഫൈ ചെയ്യുന്നു. എന്ത്? ക്രിമിനൽ റെക്കോർഡ്സ്, കൊമേഴ്ഷ്യൽ റെക്കോർഡ്സ് ആൻഡ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈസ് നോൺ ആസ് റെഫറൻസ് ചെക്ക്. അണ്ടർലൈൻ ചെയ്യാട്ടോ. It is also known as background check or antecedent check. അത് രണ്ടും അണ്ടർലൈൻ ചെയ്തതാട്ടോ. റെഫറൻസ് ചെക്ക് ഈസ് ഓൾസോ നോൺ ആസ് ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് അല്ലെങ്കിൽ ആന്റിസിഡന്റ്. ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻകാല നമ്മുടെ മുന്നുള്ള നമ്മുടെ പാസ്റ്റിലുള്ള കാര്യങ്ങള്. ഓർ ആന്റിസിഡന്റ് ചെക്ക്, നമ്മുടെ പാസ്റ്റിലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക എന്നൊക്കെ നമ്മളെ റെഫറൻസ് ചെക്കിന് പറയുന്ന മറ്റു പേരുകളാണ്. അതും അണ്ടർലൈൻ ചെയ്തില്ല. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തില്ല. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഓർ ആന്റിസിഡന്റ് ചെക്ക്. These checks are commonly used by the employer to bring out more information about the candidate's qualification, fitness,
ക്യാരക്ടർ, വർക്കിംഗ് എക്സെട്ര. അണ്ടർലൈൻ ചെയ്തിട്ടോ. ഏതാണ്? ഡാഷ് ആർ കോമൺലി യൂസ്ഡ് എംപ്ലോയർ. എംപ്ലോയർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെക്കാണ്. എന്ത് ചെക്ക് ചെയ്യും? എന്താ ചെക്ക് ചെയ്യുന്നേ? കാൻഡിഡേറ്റ്സിന്റെ ക്വാളിഫിക്കേഷൻ, ഫിറ്റ്നസ്, ജോലിക്ക് ഫിറ്റ് ആണോ, അവന്റെ ക്യാരക്ടർ, വർക്കിംഗ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻ ശേഖരിക്കാനായിട്ട് എംപ്ലോയർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. അതും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. These checks are also used to evaluate potential hiring risk for safety and security purposes. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഇവാലുവേറ്റ് പൊട്ടൻഷ്യൽ ഹയറിംഗ് റിസ്ക്, ജീവന അപകട സാധ്യതകള്, ഫോർ സേഫ്റ്റി, സുരക്ഷ, ആൻഡ് സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ റെഫറൻസ് ചെക്ക് ഒന്നുകൂടെ റെഫർ ചെയ്യാണ്. അവര് പറയുന്ന കാര്യങ്ങൾ ഓക്കെ ആണോ, അതൊക്കെ ഒരു സേഫ്റ്റിക്കും സെക്യൂരിറ്റി പർപ്പസിനൊക്കെ വേണ്ടിയിട്ടും നമ്മള് ഈ റെഫറൻസ് ചെക്ക് ഉപയോഗിക്കുന്നു. Employee antecedent verification tool is used to identify the information given by the candidates in relation to the previous employment. ഈ എംപ്ലോയിയുടെ ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ മുന്നുള്ളത് അല്ലെ, മുൻകാല ഇതുള്ള കാര്യങ്ങൾ, അത് അങ്ങനെയുള്ള വെരിഫിക്കേഷൻ ടൂൾ എന്തിനു ഉപയോഗിക്കുന്നു? ഐഡന്റിഫൈ ദ ഇൻഫർമേഷൻ ഗിവൺ ബൈ ദ കാൻഡിഡേറ്റ്. കാൻഡിഡേറ്റ്സ് അവിടെ നൽകിയിട്ടുള്ള റിലേഷൻ in relation to the previous employment. അവരുടെ മുന്നുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള വിവരങ്ങള് അത് വെരിഫൈ ചെയ്യാനുള്ള ഒരു ടൂൾ കൂടിയാണെന്നാ പറയുന്നത്. ഇപ്പൊ ഞാൻ പുതിയ ജോലിയിലേക്ക് പ്രവേശിച്ചു. അപ്പോ എന്നോട് എവിടെയായിരുന്നു ജോലി ചെയ്തത്, എത്ര വർഷമായിട്ട്, എന്തായിരുന്നു ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ചോദിക്കല്ലോ. അപ്പോ അത് അവിടെ എന്ത് ചെയ്യാം? ആ പുതിയ കമ്പനിക്ക് ഞാൻ ഇന്ന കമ്പനിയിലാന്ന് പറയുമ്പോൾ അവരുമായിട്ട് വേണമെങ്കിൽ കോൺടാക്ട്, അത് പ്രിഫറൻസ് ചെക്ക് ആയിട്ട് എടുക്കാം. അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ പറ്റൂലേ? വെരിഫൈ ചെയ്യാൻ പറ്റൂലേ? അതാണ് അത് റെഫറൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഒപ്പീനിയൻ പോലെ അവൻ പറഞ്ഞത് ശരിയാണോ, 3 വർഷം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു, ശരിയാണോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ? Verification of an individual previous employment revealed several unreported employment qualification about the previous titles and the duties and employment gap. എന്നിരുന്നാലും നമ്മളൊരു വ്യക്തിയുടെ മുൻകാല റിപ്പോർട്ടുകൾ അത് സ്ഥിരീകരിക്കുന്നത് വഴി മെച്ചപ്പെട്ട നിരവധി തൊഴിലുകള്, മുൻകാല തസ്തിക, നമ്മൾ മുന്നിൽ നിന്ന എന്താണ് നമ്മുടെ ഒരു പൊസിഷൻ, അതുപോലെ തന്നെ ചുമതലകളെ കുറിച്ചുള്ള ഒരു വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അതുപോലെ തന്നെ ആ തൊഴിൽ എംപ്ലോയ്മെന്റ് ഗ്യാപ്പ്, ഇതൊക്കെ വെളിപ്പെടുത്താൻ പറ്റുന്നു. അതായത് ഇപ്പൊ നമ്മൾ വല്ല നുണ പറഞ്ഞൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മള് റെഫറൻസ് ചെക്ക് നോക്കി ഇത് റെഫർ ചെയ്ത് ഒന്നോടെ നോക്കുമ്പോ നമ്മൾ തെറ്റാണ് പറഞ്ഞതെന്നൊക്കെ അറിയാലോ. എംപ്ലോയ്മെന്റ് ഗ്യാപ്പ്, പ്രീവിയസ് ടൈറ്റിൽസ്, ഡ്യൂട്ടീസ്, അത് ആയിട്ട് ബന്ധപ്പെട്ട ഫോൾസിഫിക്കേഷൻ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, വ്യാജമായിട്ട് പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് റെഫറൻസ് ചെക്കിലൂടെ പറ്റുന്നു. അപ്പൊ അതിനകത്ത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ല കേട്ടോ. ദ പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് വെരിഫൈങ് എന്നുള്ളത് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തെടുക്കാം. ഇതിനെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് അല്ലെങ്കിൽ ആന്റിസിഡന്റ് ചെക്ക് എന്ന് അറിയപ്പെടുന്നു എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ മൂന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. കാൻഡിഡേറ്റ്സിന്റെ ക്വാളിഫിക്കേഷൻ, ഫിറ്റ്നസ്, ക്യാരക്ടർ, വർക്കിംഗ്, ഇതൊക്കെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ നേടുന്നതിന് ഈ റെഫറൻസ് ചെക്ക് ഉപയോഗിക്കുന്നു. അത് അണ്ടർലൈൻ ചെയ്തെടുക്കണം. പിന്നെ ലാസ്റ്റ് കൂടി നോക്കുക. പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ് അതിനകത്ത്. യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ പൊട്ടൻഷ്യൽ ഹയറിംഗ് റിസ്ക് ഫോർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആ നിയമന അപകട സാധ്യതകള് അത് അവരുടെ സേഫ്റ്റി സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും റെഫറൻസ് ചെക്ക് ഉപയോഗിക്കുന്നു. ആ പാരഗ്രാഫ് നോക്കിയിട്ട് അതിനകത്ത് പിന്നീട് പർപ്പസ് എന്തൊക്കെയാണ്, ഒരു റെഫറൻസ് ചെക്ക് നടത്തുക കൊണ്ടുള്ള ഉദ്ദേശം, പർപ്പസ് എന്തൊക്കെയാണ്? പർപ്പസ് നോക്കിയേ. പർപ്പസ് ഓഫ് റെഫറൻസ് ചെക്കിംഗ്: verification of information given by the job applicants. ഒന്നാമത്തെ കാര്യം എന്താ? ഒരു ജോബ് ആപ്ലിക്കൻസ് നൽകിയിട്ടുള്ള വിവരങ്ങള് അതിനെ കുറിച്ച് വെരിഫൈ ചെയ്യാനും റെഫറൻസ് ചെക്ക് പറ്റും. റെഫറൻസ് ചെക്കിലൂടെ പറ്റും. അതാണ് ഒന്നാമത്തത് പർപ്പസ്. എന്ത് ചെയ്യാ?
ഞാനേ കമ്പനിയില് ഒരു ഇതിനകത്ത് ഇന്റർവ്യൂ ഒക്കെ ആയി, അതിനകത്ത് ഞാൻ ഉറങ്ങി അവിടെ കയറി കഴിഞ്ഞാൽ ഞാൻ നൽകിയ വിവരങ്ങള്, ഞാൻ നൽകിയ ജോബ് ആപ്ലിക്കൻസ് നൽകിയിട്ടുള്ള വിവരങ്ങള് വെരിഫൈ ചെയ്യാൻ പറ്റൂലേ? അല്ലേ? അതിനൊരു വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ. പോയിന്റ്സ് നോക്കുക കേട്ടോ. പർപ്പസില് നമുക്ക് 5 പോയിന്റ്സ് പറയണ്ട്. ആ 5 പോയിന്റ്സ് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പൊ ഒന്നാമത്തത് ആ ജോബ് ആപ്ലിക്കൻസ് നൽകിയിട്ടുള്ള വിവരങ്ങള് അതിനെ വെരിഫൈ ചെയ്യാനായിട്ട് ഈ റെഫറൻസ് ചെക്കിലൂടെ പറ്റും. Sometimes job applicants may not give accurate information regarding the previous employment, education in order to increase their employability. കണ്ടോ? അതായത് നമ്മളെ ചിലപ്പോ ഈ പ്രീവിയസ് എംപ്ലോയ്മെന്റ് നമ്മുടെ മുന്നിലുള്ള തൊഴിലിനെ കുറിച്ച് കൃത്യമല്ലാത്ത വിവരങ്ങൾ പറയുകയാണെങ്കിൽ, കണ്ടോ, എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, അപ്പൊ നമുക്ക് അങ്ങനെ തന്നില്ലെങ്കിൽ നമുക്ക് ഈ എന്താ പറയാ റെഫറൻസ് ചെക്ക് നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യും. Thus, the reference check is used to verify the information provided by the candidate regarding previous employments. എന്താ ഉപയോഗിക്കണേ? അത് രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. Reference is used to verify the information. വെരിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യണ്ടേ? Verify the information provided by the candidates regarding previous employment. Previous employment-മായിട്ട് ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള വിവരങ്ങള് അത് എന്ത് ചെയ്യാണ്? പ്രീവിയസ് എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള വിവരങ്ങള് അത് വെരിഫൈ ചെയ്യാനും റെഫറൻസ് ചെക്ക് ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഡാഷ് ഈസ് യൂസ്ഡ് ടു വെരിഫൈ എന്ന് ചോദിക്കാം. അപ്പൊ റെഫറൻസ് ചെക്ക്, റെഫറൻസ് is used to verify the information provided by the മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കാൻഡിഡേറ്റ്സ് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് പ്രീവിയസ് എംപ്ലോയ്മെന്റ് നമ്മുടെ മുന്നിലുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള വിവരങ്ങളില്ലേ അത് വെരിഫൈ ചെയ്യാനായിട്ട് റെഫറൻസ് ഉപയോഗിക്കും. ക്ലിയർ ആണോ ഒന്നാമത്തെ പോയിന്റ്? ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താ? ക്യാരക്ടർ ആൻഡ് ഇന്റർപേഴ്സണൽ കോമ്പീറ്റൻസ്. നമ്മുടെ ക്യാരക്ടർ, സ്വഭാവം, വ്യക്തിപരമായിട്ടുള്ള കഴിവുകള്. If the interpersonal skill is essential for any job profile, അല്ലെ, ഏതൊരു ജോലിക്കും നമുക്ക് ഇന്റർപേഴ്സണൽ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യക്തിഗത കഴിവുകള് ആവശ്യമാണ്. Thus, in that case, separate category should be present on the reference check in order to obtain detailed information. For example, HR coordinator, HR executive profile, ഇതിനൊക്കെ എന്താണ് ഒരു പ്രത്യേക നമുക്ക് ഇത് വേണം, വിശദമായ വിവരങ്ങള് പ്രത്യേകമായിട്ടുള്ള. അപ്പൊ അതായത് നമ്മുടെ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് ഈ റെഫറൻസ് പരിശോധനകൾക്കായിട്ട് ഒരു പ്രത്യേക സെക്ഷൻ അവിടെ ഉണ്ടായിരിക്കണം എന്നാ പറഞ്ഞേക്കണേ. In the case of separate category വേണം, should be present on reference checkൽ ഒരു പ്രത്യേക വിഭാഗം വേണം. എന്തിന്? In order to obtain detailed information, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഒരു പ്രത്യേക വിഭാഗം വേണം. നോക്കി, HR കോർഡിനേറ്റർ ആ ഒരു സെക്ഷൻ, HR എക്സിക്യൂട്ടീവ് പ്രൊഫൈൽ എന്നുള്ളതൊക്കെ. ഇനി അടുത്ത് നോക്കിയേ, ചെക്ക് ദ ഒമിഷൻ ഓഫ് ഇൻഫർമേഷൻ. ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കുക. നമ്മളെ ഈ ചെക്ക് ദ ഒമിഷൻ ഓഫ് ഇൻഫർമേഷൻ, വിവരങ്ങൾ ഒഴിവാക്കുന്നത് എന്ത് ചെയ്യുന്നു? പരിശോധിക്കുന്നു, ചെക്ക് ചെയ്യുന്നു. Sometimes candidates may not give detailed related to their background. ചിലപ്പോൾ ചില കാൻഡിഡേറ്റ്സ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവരെ കുറിച്ച് ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽസ് ചിലപ്പോൾ കൊടുക്കണമെന്നില്ല. Because they believe that it will reduce their chance of employment. ആണോ? അപ്പൊ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റിനുള്ള ആ തൊഴിലിനുള്ള ചാൻസ് കുറയും, റെഡ്യൂസ് ചെയ്യും എന്നുള്ളത് വിശ്വസിക്കുന്നു. They believe that it will reduce their chance of employment. എംപ്ലോയ്മെന്റിനുള്ള ഒരു ചാൻസ് കുറയുമെന്ന് വിശ്വസിക്കുന്നു. Most of the employers wanted to check whether the candidates have any criminal record.
മിക്ക എംപ്ലോയേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് വെദർ കാൻഡിഡേറ്റ്സിന് ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമാണ് കേട്ടോ. അപ്പൊ നമ്മള് ചിലപ്പോ ഞാൻ പണ്ട് നിന്ന സ്ഥലത്ത് വല്ല എന്തെങ്കിലും അടിപിടി കേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ചിലപ്പോ ഞാൻ എന്നെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിട്ടതാവാം. മനസ്സിലായോ? അപ്പൊ ഞാൻ പുതിയ കമ്പനിയിലേക്ക് വരുമ്പോ ഞാൻ പറയോ എന്നെ അവിടെ അടിപിടി ഉണ്ടാക്കിയിട്ട് എന്നെ അവിടെ നിന്ന് വിട്ടതാന്ന് ഞാൻ സത്യം പറയോ? ഇല്ല അല്ലെ? അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ചാൻസ് പോകും. അപ്പൊ അങ്ങനെ അടിപിടി ഉണ്ടാക്കിയിട്ട് തന്നാന്ന് പറഞ്ഞാൽ അവരവിടെ ജോലി കൊടുക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കൊടുക്കോ? എന്നെ ഞാൻ മുന്നേ നിന്ന കമ്പനിയില് അവിടെ അടിപിടി ഉണ്ടാക്കിയിട്ട് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടതാന്ന് ഞാൻ പറയൂല. ഇനി വേറെ ആരെങ്കിലും പറഞ്ഞാലുള്ളൂ അല്ലെ? അപ്പൊ അതുകൊണ്ട് ചിലപ്പോ അവരുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് കാൻഡിഡേറ്റ്സ് ചിലപ്പോ വെളിപ്പെടുത്തണമെന്നില്ല. എന്തുകൊണ്ടാ? അവര് അപ്പൊ അങ്ങനെ ശരിയായ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ തൊഴിലിലുള്ള അവസരം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ എംപ്ലോയർ എന്തായാലും നമ്മളൊന്ന് നോക്കണം, ഇവൻ മുന്നിൽ നിന്ന സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അല്ലെ, ക്രിമിനൽ റെക്കോർഡ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ എംപ്ലോയർ നോക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ ഒഴിവാക്കി നിർത്തിയേക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ. പിന്നെ ആസ് എ പ്രിഡിക്റ്റർ ഓഫ് ജോബ് സക്സസ്, ജോബിന്റെ വിജയത്തിന്റെ പ്രിഡിക്റ്റർ ആയിട്ട് സെർവ് ചെയ്യാൻ. ആസ് എ പ്രിഡിക്റ്റർ ഓഫ് ജോബ് സക്സസ്, reference check is used to predict the ability of job applicant to perform the task and duties. കണ്ടോ എന്തിനു ഉപയോഗിക്കുന്നു? പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട്. എബിലിറ്റി ഓഫ് ജോബ് ആപ്ലിക്കന്റ് ടു പെർഫോം ദ ടാസ്ക് ആൻഡ് ഡ്യൂട്ടീസ്. അവരുടെ ആ ഡ്യൂട്ടീസ് ടാസ്ക് ഇതൊക്കെ നിർവഹിക്കാൻ ജോബ് ആപ്ലിക്കൻസിന്റെ കഴിവിനെ എബിലിറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ അല്ലെ? നമ്മൾ അങ്ങനെ റെഫറൻസ് ഇതൊക്കെ ചോദിക്കുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാട്ടോ, നല്ല വർക്ക് ചെയ്യുന്നതൊക്കെ പറയുമ്പോ നമുക്കത് പ്രിഡിക്റ്റ് ചെയ്യാലോ. ആളെ ഈ പോസ്റ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ കമ്പനിക്ക് നല്ല വരുമാനം കൂടും, നല്ല ഇൻകം ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ജോബ് ആപ്ലിക്കൻസിന്റെ എബിലിറ്റീസിനെ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. Hence, it can be used to forecast job success. ഇതിനു വേണ്ടി ജോലിയുടെ ആ ഒരു വിജയം അതിനെ മുൻകൂട്ടി കാണാനായിട്ട് പ്രവചിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി അടുത്തത് അഞ്ചാമത്തെ, വില്ലിംഗ്നെസ് ഓഫ് ദ പാസ്റ്റ് ഓർ കറന്റ് എംപ്ലോയർ ടു റീഹയർ ദ ആപ്ലിക്കൻസ്. ഈ വീണ്ടും നമ്മള് തയ്യാറാവാണ് ഓഫ് ദ പാസ്റ്റ് ഓർ കറന്റ് എംപ്ലോയർ റീഹയർ ചെയ്യാൻ, വീണ്ടും നിയമിക്കാനായിട്ട്, വീണ്ടും ആപ്ലിക്കൻസിനെ വീണ്ടും നിയമിക്കാനായിട്ട് വില്ലിംഗ് ആവുകയാണ്. If the previous or current employer is able to rehire the applicants, അതായത് ആപ്ലിക്കൻസിനെ വീണ്ടും നിയമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെന്താ? അത് കാൻഡിഡേറ്റ്സിനെ കഴിവുകളെ കുറിച്ച് നമുക്ക് ഒരു വ്യക്തമായ ധാരണ ലഭിക്കാൻ സഹായിക്കുന്നു. To get a clear view of the candidates protection, കാൻഡിഡേറ്റ്സിന്റെ കഴിവുകളെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നേടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് എന്താണ് നമ്മൾ വീണ്ടും അവരെ നിയമിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ അവരെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച റെഫറൻസ് നടത്താൻ പറ്റും. കാൻഡിഡേറ്റ്സിന്റെ കഴിവിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ലഭിക്കാൻ റെഫറൻസിലൂടെ പറ്റും. ഈ പോയിന്റ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർപ്പസ് ആണോ, റെഫറൻസ് ചെക്കിന്റെ ഉദ്ദേശത്തിൽ വന്നതാണോ എന്നൊക്കെ അറിയാലോ അല്ലേ? ജോബ് ആപ്ലിക്കൻസിന് പറഞ്ഞ കാര്യങ്ങള് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ അല്ലെ? ആ കോമ്പിറ്റൻസ് നമ്മള് വ്യക്തിപരമായിട്ടുള്ള ക്യാരക്ടർ അല്ലെ, അവരുടെ ആ പരസ്പര കഴിവ് ക്യാരക്ടറൊക്കെ മനസ്സിലാക്കാൻ. പിന്നെ അടുത്തത് നമ്മൾ ഒഴിവാക്കി നിർത്തി വെച്ചേക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ. പിന്നെ ജോബ് സക്സസിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ. പിന്നെ അടുത്തത് പാസ്റ്റ് എംപ്ലോയറിന് വീണ്ടും പാസ്റ്റ് ഓർ കറന്റ് എംപ്ലോയർ ടു റീഹയർ ചെയ്യാൻ, വീണ്ടും അവരെ നിയമിക്കാൻ ഒന്നുകൂടി അവരുടെ എബിലിറ്റീസ് കാര്യങ്ങള് കഴിവുകളെ കുറിച്ച് ഒന്നുകൂടി റെഫറൻസ് നടത്താം. ഇനി അടുത്ത മെത്തേഡ്സ്. ഇനി ഏതൊക്കെ മെത്തേഡാണ് നമ്മൾ റെഫറൻസ് ചെക്കിന് ഉപയോഗിക്കുന്നത്? ഇത് അഞ്ചെണ്ണം ക്ലിയർ ആണോ നോക്കി? ഓക്കെ ആണോ നോക്കിയ? പർപ്പസ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കും. ഇനി നോക്കിയേ മെത്തേഡ്സ്. ഇനി ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ഈ റെഫറൻസ് ചെക്കിന് ഉപയോഗിക്കുന്നത്?
Methods of reference checking. ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഈ റെഫറൻസ് ചെക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒന്നാമത്തെയാണ് ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ്. പേരിൽ തന്നെ മനസ്സിലാക്കാം കേട്ടോ. പേരിൽ തന്നെ എന്താണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്താണ് റെഫറൻസ്? ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ വഴിയാണ്. Okay. Internet based reference is a method of inquiring and checking the information given by the candidates online with the help of a computer. Underline cheyidda. Adila first sentence underline cheyidda. Internet based reference is a method of inquiring and checking the information. Enquiry given by the candidates online ആയിട്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ഓൺലൈൻ ആയിട്ട് കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? അത് ചെക്ക് ചെയ്യുന്നു. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ല. ഡാഷ് റെഫറൻസ് ഏതാമത്തെ ഓപ്ഷൻ തരും? ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ്, റിട്ടേൺ റെഫറൻസ്, ടെലിഫോൺ റെഫറൻസ് എന്നൊക്കെ ഓപ്ഷൻസ് തരാം. അപ്പൊ കമ്പ്യൂട്ടർ എന്നുള്ള ഒരു കണ്ട് ഓൺലൈൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് കണ്ടറിയാലോ. ആയിപ്പോയില്ലോ. ഓക്കെ അല്ലേ? അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഹിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ പിന്നെ നമുക്ക് വെറുതെ ബൈഹാർട്ട് ചെയ്ത് ഇരിക്കേണ്ട. അതുകൊണ്ട് അവിടെ ഞാൻ ഒരു പ്രൂവ് പറഞ്ഞിരുന്നത് ഓൺലൈൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കമ്പ്യൂട്ടർ. ഏതാ? ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ആണ്. In this method, employers use various search engine. ഏതാ എംപ്ലോയർ ഉപയോഗിക്കുന്ന പല സെർച്ച് എഞ്ചിൻ? ഈ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ ഗൂഗിൾ നോക്കും, യാഹൂ എക്സെട്ര അല്ലേ? ഇപ്പൊ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാതെ കിട്ടാത്ത കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ? എല്ലാരും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. യാഹൂ ഇങ്ങനെയുള്ള പല സെർച്ച് എഞ്ചിൻസ് ആണ് എംപ്ലോയർ ഉപയോഗിക്കുന്നത്. അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് തന്നിട്ടുള്ളത് ഗൂഗിളും യാഹൂ എക്സെട്ര എന്നാണ്. പിന്നെ ഉള്ളത് പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ രണ്ടെണ്ണം നോട്ട് ചെയ്ത് വെക്കുക. ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസിലെ എംപ്ലോയർ ഏത് സെർച്ച് എഞ്ചിൻസ് ആണ് ഉപയോഗിക്കുന്നത്? ഗൂഗിളും യാഹൂ. To verify that the information provided by the candidates is true or not. വെറുതെ പറഞ്ഞാൽ ശരിയാവോ? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അല്ലെ? നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റൂല. അവർക്ക് ജോലിക്ക് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ നുണ പറഞ്ഞതാണോ എന്ന് അറിയില്ലല്ലോ. അപ്പൊ അതൊന്ന് റെഫറൻസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അത് നമ്മള് ഈ കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള വിവരങ്ങള് ട്രൂ ആണോ, ശരിയാണോ, തെറ്റാണോ എന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ഉപയോഗിക്കും. Nowadays, internet-based reference checks are becoming popular in India. India വളരെയധികം popular ആണ്. They are popular in India among the various organizations because now employers want to make less effort to reference. എന്താ നമ്മൾ കുറച്ച് എഫേർട്ട് ആണ് അതിനകത്ത് ഇന്ത്യയിൽ വളരെയധികം പോപ്പുലർ ആണ്. Among various organizations because now employers want to make less effort to കുറച്ച് ആ ഇന്റർനെറ്റിൽ കൂടി ആകുമ്പോഴേ അധികം എഫേർട്ട് വേണ്ടാന്ന് മനസ്സിലായോ? ലെസ് എഫേർട്ട്, കുറച്ച് എഫേർട്ട് മാത്രം നെറ്റിൽ സെർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിക്കാം. അപ്പൊ അതിനകത്തെ ആ ഒന്നാമത്തെ സെന്റൻസും രണ്ടാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാനാണ് കൃത്യമായിട്ട്. രണ്ടാമത്തെയാണ് ടെലിഫോൺ റെഫറൻസ്. അപ്പൊ ഇതിൽ കൂടി ചോദിക്കണേ ടെലിഫോണിൽ കൂടെ കണ്ടോ? This method is one of the easiest method of reference check. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. റെഫറൻസ് ചെക്കിന്റെ മെത്തേഡ്സിൽ ഏറ്റവും ഈസി ആയിട്ട് പറയുന്നത് ഏതാണ്? ടെലിഫോൺ റെഫറൻസ് ആണ്. മാറിപ്പോരുത് കേട്ടോ. ഈസ് വൺ ഓഫ് ദ ഒരെണ്ണാണെന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. റെഫറൻസ് ചെക്കിന്റെ മെത്തേഡ്സ് ഈസിയസ്റ്റ് മെത്തേഡിൽ ഒരെണ്ണമാണ് ഈ ടെലിഫോൺ റെഫറൻസ്. In this method, employers may verify the candidate's information over a phone. അണ്ടർലൈൻ ചെയ്തേ. ഏതിൽ കൂടെ റെഫർ ചെയ്യുന്നത്? ഫോണിൽ കൂടെ. കാൻഡിഡേറ്റ്സ് പറഞ്ഞ കാര്യമൊക്കെ ശരിയാണോ എന്ന് ഫോണിൽ കൂടെയാണ് വിളിച്ച് അത് ക്ലിയർ ചെയ്യുന്നത്. In this method, ഏത് മെത്തേഡാ? ടെലിഫോൺ റെഫറൻസില് employers in telephone reference, employers may verify the candidate's information over a phone. ഫോണിൽ കൂടെയാണ് വെരിഫൈ ചെയ്യുന്നത്. A telephone reference check allow the employer to assess the tone of the applicant's previous employer and then determine the truthfulness of data about the applicants. അതായത് ആപ്ലിക്കൻസിനെ കുറിച്ചുള്ള ഡേറ്റയുടെ സത്യാവസ്ഥ നിർണ്ണയിക്കാനും ഇത് അനുവദിക്കുന്നു. Okay, allow the employer to assess, employer assess ചെയ്യാൻ ഇതാണ് tone of the applicant's previous employer. ആ മുന്നുള്ള എംപ്ലോയറിന്റെ ആ സംസാരത്തിന് തന്നെ കണ്ടോ ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഡേറ്റയുടെ സത്യാവസ്ഥ നിർണ്ണയിക്കാനും പറ്റുന്നു. ആ
ഫസ്റ്റ് സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മളിപ്പോ വിളിക്കുമ്പോഴാണെങ്കിലും ഇന്നാളെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോ നമ്മള് കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് ആ ടോണിന്ന് അറിയാലോ അല്ലെ. ഓക്കെയാണ്, നല്ല ബെറ്ററാണ്, നല്ല മിടുക്കനാണ്, അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്കറിയാം. ഓക്കെ, നമ്മുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് അതറിയാൻ പറ്റും. ഡേറ്റയുടെ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഡേറ്റയുടെ സത്യാവസ്ഥ നിർണ്ണയിക്കാനും. ഇനി അടുത്താണ് റിട്ടേൺ റെഫറൻസ്. Return. In this method, a letter is used to check or enquire the information about the candidates. അപ്പൊ അണ്ടർലൈൻ ചെയ്തേ, ഏത് മെത്തേഡിലെ ലെറ്റർ ഉപയോഗിക്കണേ? റിട്ടേൺ ആണ്, കത്താണ്, എഴുതാണ്. Is used to return reference ആണ്. A letter is used to check the enquire the information about the candidates. A large amount of information is collected by the HR department of the candidate's previous organization. ആ candidates മുന്നുള്ള ആ സ്ഥാപനത്തിലെ HR departments candidatesനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാവില്ലേ അല്ലെ? മുന്നുള്ള ജോലി സ്ഥലത്തെ HR ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാവും. The data collected by the HR department and the previous employer of the candidates whose name has been mentioned in the candidates. This method is very time consuming. ഈ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ അധികം സമയം എടുക്കണം. നമ്മൾ റിട്ടേൺ റെഫറൻസ് ആണ്. അപ്പൊ കാൻഡിഡേറ്റ്സ് മുന്നേ ജോലി ചെയ്തിരിക്കുന്ന HR ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വലിയ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാവാം. അത് നമ്മൾ അവരോട് റെഫർ ചെയ്യാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഡീറ്റെയിൽ ആണുള്ളത്. The questions in return request reference should be direct, simple and related to job. Underline ചെയ്തോട്ടെ. The questions in return request reference എങ്ങനെയായിരിക്കും questions? ഡയറക്റ്റ്, സിമ്പിൾ, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ആയിരിക്കും. Return reference should be used for exempt and not exempt employees. ഒഴിവാക്കപ്പെട്ടതും ഒഴിവാക്കപ്പെടാത്തതുമായിട്ടുള്ള എംപ്ലോയീസിനെ കുറിച്ച് എംപ്ലോയീസിന് റിട്ടേൺ റെഫറൻസ് ഉപയോഗിക്കും. അതിനകത്ത് ഒന്നാമത്തെ സെന്റൻസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. രണ്ടാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ആ ക്വസ്റ്റ്യൻ എന്നുള്ളതും അണ്ടർലൈൻ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഡയറക്റ്റ്, സിമ്പിൾ, റിലേറ്റഡ് ടു ചോദ്യവുമായി ബന്ധപ്പെട്ടാണ്. ഇനി അടുത്തതാണ് പേഴ്സണൽ റെഫറൻസ്. പേഴ്സണൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണൽ, വ്യക്തിപരമായിട്ടുള്ള റെഫറൻസ്. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നിഷയെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങള് നിഷ ഇവിടെ കമ്പനിയിൽ ജോലിക്ക് വരികയെന്ന് വിചാരിക്കാം. അപ്പൊ നിഷയെ എടുക്കുമ്പോൾ നിഷയുടെ ഫ്രണ്ടാണ് രജിത. അപ്പൊ വേണമെങ്കിൽ എന്താ പറയാ, എനിക്ക് വേണമെങ്കിൽ രജിതനെ വിളിച്ച് നിഷയുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ അറിയാം. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ടോ? അത് ഞാൻ പറയാൻ എന്താന്ന് വെച്ചാൽ, എന്തായാലും മറ്റു വ്യക്തികളെയാണ് എന്താ റെഫറൻസിന് എടുക്കുന്നത്. നമ്മള് ഫോണിൽ കൂടെയോ മെയിലിൽ കൂടെയോ അങ്ങനെയൊന്നും അല്ല. അതായത് മറ്റു വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട, ഞാനിക്ക് ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ അയാളുമായിട്ട് വേറൊരാളെ മുഖേനയാണ് അവിടെ പറയുന്നത്. Many organizations give reference forms to the candidates in which the name of known people are requested. അവരെ അറിയുന്ന ആളുകൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാൻഡിഡേറ്റ്സിന് ആ ഫോംസ്, റെഫറൽ ഫോംസ് കാൻഡിഡേറ്റ്സ് കൊടുക്കും. മിക്ക ഓർഗനൈസേഷനും റെഫറൻസ് ഫോംസ് കാൻഡിഡേറ്റ്സിന് കൊടുക്കും. Given which the name of known people are requested. അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള, അവരറിയാവുന്ന ആളുകളുടെ പേരുകൾ. It is lengthy. ഇപ്പൊ നമ്മളാണെങ്കിൽ റെഫറൻസിന് വെക്കൂലേ, അവിടെ ആരാണ് നിങ്ങൾക്ക് ബന്ധമുള്ളത്, അല്ലെങ്കിൽ കമ്പനിയിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ ആരാണ്, നിങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ടോ, ഫ്രണ്ട്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേണമെങ്കിൽ രണ്ടുപേരുടെ പേരും അവിടെ ഫോൺ നമ്പറും നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ടേ. അപ്പൊ അങ്ങനെ നമ്മൾ അറിയപ്പെടുന്ന ആളുകളുടെ പേരുകൾ അവിടെ റെഫറൻസ് ഫോംസിന് കാൻഡിഡേറ്റ്സിന് കൊടുക്കാം. It is lengthy process and sometimes this process is not useful. ഇത് വലിയ ലെങ്തി ആയിട്ടുള്ള പ്രോസസ് ആണ്, പക്ഷെ ചില സമയത്ത് ഇത് യൂസ്ഫുൾ ആണ്. കാര്യം പറയാട്ടോ. Personal reference should be only used in those cases where there is no option for any other reference check. റെഫറൻസ് ചെക്കിന് ഒരു ഓപ്ഷനും ഇല്ല, ഒരു മാർഗം ഇല്ലാത്ത സമയത്ത് മാത്രമേ എന്ത് പേഴ്സണൽ റെഫറൻസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. കണ്ടോ? Personal reference should only be used in those cases where there is no option for any other reference check. മറ്റുള്ള റെഫറൻസ് ചെക്കിന് ഒരു ഓപ്ഷനും ഇല്ലാത്ത കേസിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ള പേഴ്സണൽ റെഫറൻസ് ഉപയോഗിക്കാൻ
ചോദിക്കാൻ പാടുള്ളൂ. In this method, employee gets a clear picture of the applicant because of the reference check is conducted by the people who know very little about the applicants. അതായത് അധികം അറിവില്ലാത്ത ആളുകളെ വേണം റെഫറൻസ് ചെക്ക് നമ്മൾ പറയാനായിട്ട്. ഇപ്പം എനിക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള ഞാൻ നിഷ നല്ല ഫ്രണ്ട്സാ. അപ്പൊ നിഷയുടെ കാര്യങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ നിഷയുടെ ഇച്ചിരി മോശമായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയോ ഓ നല്ല മിടിക്കാണ് അങ്ങനെയല്ലേ പറയുള്ളൂ. ഞങ്ങൾ ചങ്ക് ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഞാൻ നന്ന് പൊക്കിയല്ലേ പറയുള്ളൂ അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റെഫറൻസ് ചെക്കിന് എടുക്കുമ്പോ ഒരു കാര്യമുണ്ട്. അധികം നമ്മള് ആ ആപ്ലിക്കൻസുമായിട്ട് വളരെ കുറച്ച് അല്ലെങ്കിൽ അധികം അറിയില്ലാത്ത ഒത്തിരി ഇതുള്ള ആളുകളെ അതിന് നമ്മൾ റെഫറൻസ് ചെക്കിന് നമ്മൾ എടുത്തേക്കാണ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് നിങ്ങളെ personal reference should only be used in those cases where there is no option for the other reference. മറ്റുള്ള റെഫറൻസിന് വേറെ ഓപ്ഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ പേഴ്സണൽ റെഫറൻസ് എടുക്കുന്നുള്ളൂ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് നമ്മുടെ മുന്നേ നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിലെ അവരെ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോ ഇതിനു മുന്നേ പഠിച്ച സ്ഥാപനം അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ആ സ്ഥാപനങ്ങളെ വേണമെങ്കിൽ റെഫറൻസിൽ എടുക്കാം. In this method, the employers can use educational institution to verify the candidate's information. അണ്ടർലൈൻ ചെയ്തിട്ട് ഫസ്റ്റ് സെന്റൻസ് കേട്ടോ. പേഴ്സണൽ റെഫറൻസിനും ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടും. ഈ മെത്തേഡില് എന്താണ് എംപ്ലോയേഴ്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള കാൻഡിഡേറ്റ്സ് അവിടെ നൽകിയിട്ടുള്ള വിവരങ്ങള് അതിനെ വെരിഫൈ ചെയ്യാനായിട്ട് എംപ്ലോയേഴ്സ് എന്ത് ചെയ്യുന്നു? ക്യാൻ യൂസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എംപ്ലോയേഴ്സ് അവരുടെ മുന്നിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് റെഫറൻസിനായിട്ട് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ ഇന്റഗ്രിറ്റി ഓഫ് ദ എഡ്യൂക്കേഷണൽ റെക്കോർഡ് പ്രൊവൈഡഡ് ബൈ ദ കാൻഡിഡേറ്റ്സ്. ഈ മെത്തേഡ് എന്തിനു ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു ചെക്ക് ദ ഇന്റഗ്രിറ്റി. This method is used to integrity in the സമഗ്രത of the educational record provided by the candidates. Candidates നൽകിയിട്ടുള്ള educational records അതിന്റെ സമഗ്രത പരിശോധിക്കുന്നത്. ഇപ്പൊ ഞാൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എഴുതി ഇല്ലാത്ത ക്വാളിഫിക്കേഷൻ ചേർത്ത് വെച്ച കാര്യമില്ലോ. അപ്പൊ അത് നമുക്ക് നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാണ് കേട്ടോ. അതിന്റെ ആദ്യത്തെ പേഴ്സണൽ റെഫറൻസിന്റെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാണ്. ഇനി അടുത്തൊരു സെക്ഷൻ ആണ്. അപ്പൊ റെഫറൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് സെലക്ഷൻ ഓർ ഹയറിംഗ് ഡിസിഷൻ. ഇനി സെലക്ഷൻ ആണ് അല്ലെങ്കിൽ ഹയറിംഗ് നിയമന തീരുമാനം എടുക്കണം. ഈ സെലക്ഷൻ ഓർ hiring decision should be made after interviewing the candidates for a position. എന്താണ് interviewing? ഈ ഇന്റർവ്യൂവിന് ശേഷമാണ് അല്ലെ hiring decision അല്ലെങ്കിൽ selection decision എടുക്കുന്നത്. After interviewing the candidates for a position. ആ ഒരു ഇന്റർവ്യൂവിന് ശേഷമാണ് സെലക്ഷൻ അല്ലെങ്കിൽ hiring decision അവിടെ എടുക്കുന്നത്. The employer must identify which candidates is suited for the job. Employer identify ചെയ്യണ്ടേ ആ ജോലിക്ക്, ആ ജോബ് വേക്കൻസി എന്താണ്, അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്താണ് എംപ്ലോയർ ഐഡന്റിഫൈ ചെയ്യണം. എംപ്ലോയർ മസ്റ്റ് ഐഡന്റിഫൈ which candidates is suited for the job. ആ ജോലിക്ക് ഏത് കാൻഡിഡേറ്റ്സ് ആണോ സ്യൂട്ടബിൾ അതിന് എംപ്ലോയർ ഐഡന്റിഫൈ ചെയ്യണം. Hiring decision are considered as the most important business decision which an employer takes. ഒരു നിയമന തീരുമാനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ഡിസിഷൻ ആണ് which an employer takes. അല്ലെ എംപ്ലോയർ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹയറിംഗ് ഡിസിഷൻ, നിയമന തീരുമാനം.
ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളവരെയല്ലേ നമ്മൾ ആ പോസ്റ്റിലേക്ക് എടുക്കുള്ളൂ. അപ്പൊ ആ ഹയറിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയർ എടുക്കുന്ന ഈ ഒരു ബിസിനസ് നമ്മൾ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹയറിംഗ് ഡിസിഷൻ. ഹയറിംഗ് ഡിസിഷൻ ആർ ഫോർ ദ സക്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അല്ലെ, ഓർഗനൈസേഷന്റെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് വിജയത്തിന്, ആ സ്ഥാപനത്തിന്റെ വിജയത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഹയറിംഗ് ഡിസിഷൻ. അല്ലെ, നമ്മളിപ്പോ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാളെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ ആ ജോലിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള നല്ല സ്കിൽഡ് ആയിട്ടുള്ളവരെ അല്ലെ അങ്ങനെ വേണം നിയമിക്കാൻ. ആ നിയമന തീരുമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പോ നല്ല കാൻഡിഡേറ്റ്സിന് നമ്മൾ അവിടെ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ജോലിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളവരെ മാത്രമേ നിയമിച്ചാൽ മാത്രമാണ് ഓർഗനൈസേഷൻ സക്സസിലേക്ക് എത്തുള്ളൂ. അല്ലെ, ആ ഒരു വിജയത്തിലേക്ക് എത്തണമെങ്കിൽ. അപ്പൊ അതാണ് ഓർഗനൈസേഷന്റെ വിജയത്തിന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഹയറിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടേ. Hiring decision are vital for the success of an organization. ഓർഗനൈസേഷന്റെ വിജയത്തിന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് hiring decision എന്ന് പറയുന്നത്. A poor hiring decision can have serious consequences. ഒരു poor ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ശരിക്കും ഇതല്ലാത്ത അങ്ങനെയുള്ള ആ ഒരു നിയമന തീരുമാനം എന്ന് പറയുന്നത് ഭയങ്കര കോൺസിക്വൻസ് ഉണ്ടാക്കും. അല്ലെ, അനുയോജ്യമല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അതാണ് അങ്ങനെ നമ്മൾ അത് ശരിയായിട്ടുള്ള നിയമന തീരുമാനം അല്ലെങ്കിൽ അതിന് അതിൻ്റെതായ കോൺസിക്വൻസ് ഉണ്ടാവും. Then manager must determine whether the candidate is capable of performing the job effectively. മാനേജർ നിർണ്ണയിക്കണം, തീർച്ചയായിട്ടും ഡിറ്റർമിൻ ചെയ്യണം ആ കാൻഡിഡേറ്റ്സ് ആ ജോബ് ഫലപ്രദമായിട്ട് നിർവഹിക്കാനായിട്ട് ക്യാപ്പബിൾ ആണോ, ആ കാൻഡിഡേറ്റ്സിന് കഴിവുണ്ടോ എന്നുള്ളത്. ആൻഡ് whether he or she has all the skills. അവന് അല്ലെ അവൾക്ക് എല്ലാ അതിനുള്ള കഴിവുകളുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, എഡ്യൂക്കേഷൻ ഉണ്ടോ, വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ദ ജോബ്. ജോലിക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള എന്താണ് ആ ജോലി ഫലപ്രദമായിട്ട് ചെയ്യാനുള്ള ജോലിക്ക് അത്യാവശ്യമായിട്ടുള്ള സ്കില്ലുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ആയിരിക്കണം. The following points must be taken into account by taking hiring decision. ഒരു നിയമന തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ ഈ പോയിന്റ്സ് നമുക്ക് നോക്കണം. ഇതുകൂടി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. നമ്മളൊരു നിയമന തീരുമാനം എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അത്. ഏതൊക്കെ കാര്യങ്ങൾ നോക്കണം? എക്സ്പീരിയൻസ് ആൻഡ് വർക്ക് ഹിസ്റ്ററി. എന്ത് നോക്കണം? എക്സ്പീരിയൻസ് ഉണ്ടോ, അവന്റെ വർക്ക് ഹിസ്റ്ററി നോക്കണം. നോളജ് ആൻഡ് എബിലിറ്റി, അവരുടെ കഴിവ് അറിവ് നോക്കണം. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കണം. എബിലിറ്റി ടു സോൾവ് ലോജിക്കൽ പ്രോബ്ലംസ്, ലോജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി കഴിവ് നോക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നോക്കണം. കമ്മിറ്റ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ ടു പെർഫോം ദ വർക്ക് ഇൻ ദ കമ്പനി. കമ്മിറ്റ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ, അതായത് ആ കമ്പനിയിലെ പ്രതിബദ്ധതയും പ്രചോദനം, ആ കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള ആ വർക്ക് നിർവഹിക്കാനുള്ള പ്രതിബദ്ധതയും പ്രചോദനവും. ഇത്രയും കാര്യങ്ങള് നമ്മൾ ഒരു നിയമന തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഈ പോയിന്റ്സ് കൺസിഡർ ചെയ്യണം. ഈ കാര്യങ്ങൾ കണക്കിലെടുക്കണം. വെറുതെ നിയമിക്കാൻ പറ്റില്ല. അപ്പൊ എന്തൊക്കെ കാര്യങ്ങള്? ഈ പറയുന്ന കാര്യങ്ങൾ നോക്കണം. എന്തൊക്കെയാ നോക്കിയേ? എന്തൊക്കെയാ വായിച്ചു നോക്കിയേ? എക്സ്പീരിയൻസ്, വർക്ക് ഹിസ്റ്ററി നോക്കണം. നോളജ് ആൻഡ് എബിലിറ്റി നോക്കണം. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കണം. എബിലിറ്റി ടു സോൾവ് ദ ലോജിക്കൽ പ്രോബ്ലംസ്, ലോജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി നോക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നോക്കണം. കമ്മിറ്റ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ ടു പെർഫോം ദ വർക്ക് ഇൻ ദ കമ്പനി, കമ്പനിയിലെ ജോലി നിർവഹിക്കാനുള്ള പ്രതിബദ്ധത, മോട്ടിവേഷൻ, ഇതെല്ലാം നോക്കണം. ഓക്കെ, 6 പോയിന്റ്സ് ആണ് അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒരു നിയമന തീരുമാനം എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ, യെസ്, ഓക്കെ ആണല്ലേ. Hiring an appropriate candidates for an organization is very difficult task. അല്ലേ, ഹയറിംഗ് ഒരു നിയമന തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്.
അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഓർഗനൈസേഷൻ ആ ജോലിക്ക് ഏറ്റവും പറ്റിയ ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക, നിയമിക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. എത്ര സ്റ്റെപ്പുകൾ കടന്നു പോകണം അല്ലെ? എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ലാസ്റ്റ് ആണ് ഹയറിംഗ് ഡിസിഷൻ വന്നത്. If the employer has an doubt about the candidate's ability, then he or she should not hire that person. കണ്ടോ, എംപ്ലോയറിന് ഇനി ആ കാൻഡിഡേറ്റ്സിന് കഴിവില്ലോ ഒക്കെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ നിയമിക്കരുത്. കണ്ടോ, ആ വ്യക്തിയെ അവിടെ നിയമിക്കരുത്. This is one fundamental rule of making a hiring decision. ഇതൊരു അടിസ്ഥാനമായിട്ടുള്ള ഒരു നിയമമാണ്. എന്താ അടിസ്ഥാനമായിട്ടുള്ള നിയമം? എന്താ പറഞ്ഞേ? ആ എംപ്ലോയറിന് കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റിയില് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ നിയമിക്കരുത്. കണ്ടോ, അവരെ എന്ത് ചെയ്യാൻ ഷുഡ് നോട്ട് ഹയർ, നിയമിക്കാൻ പാടില്ല. അത് ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. ദിസ് ഈസ് വൺ ഫണ്ടമെന്റൽ റൂൾ ഓഫ് മേക്കിംഗ് എ ഹയറിംഗ് ഡിസിഷൻ. ഇത് ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൂളാണ്. ഒരു നിയമന തീരുമാനം, ഒരു ഹയറിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ്. ക്ലിയർ ആയില്ലേ? ഇത്രയും ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ. ഇത് നിങ്ങള് 2-2.5 പേജോളം നമ്മൾ ഇന്ന് പോയിട്ടുണ്ട്. ക്ലാസ്സിൽ ഓക്കെ ആണ് എല്ലാവരും, എനിക്കത് മനസ്സിലായി. കറക്റ്റ് ആയിട്ട് കമ്പിട്ട് പോരുണ്ട്. ഓക്കെ ആയി, മനസ്സിലാക്കി വെക്കുന്നത് നമ്മുടെ മനസ്സിലുണ്ട്. ഒരു പ്രാവശ്യം വായിച്ചാൽ ഇനിയിപ്പോ നമ്മൾ അധികം പോർഷൻസ് ഇല്ല അവിടെ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ എടുക്കുന്നതാണെങ്കിലും കൃത്യമായിട്ട് വായിച്ചു പോകാം. അപ്പൊ നമുക്ക് ആ പോർഷൻസ് എക്സാം ആകുമ്പോഴത്തേക്കും നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് നോക്കാം. താങ്ക് യു.